ദൈവത്തിന്റെ മഹത്വം നിറയും വാഗ്ദാന പേടകം, ദൈവജനത്തിനു നേർവഴി കാട്ടും വാഗ്ദാന പേടകം, ഇസ്രായേലിന് ദൈവമൊരുക്കും വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം. പഴയ നിയമത്തിലണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം, അഹറോന്റെ പൂത്തവടിയും മരുവിലെ ആകാശമന്നയും. പഴയ നിയമത്തിലണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം, അഹറോന്റെ പൂത്തവടിയും മരുവിലെ ആകാശമന്നയും. ദൈവത്തിന്റെ ഉടമ്പടി നിറയും വാഗ്ദാനത്തിൻ പേടകം, തിരുസാന്നിധ്യം കവിഞ്ഞു നിൽക്കും വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം. പുതിയ നിയമത്തിലെഴുതി ക്രിസ്തുവിൻ അനുപമ സുന്ദര വചനം, ആ തിരുവചനം ശ്രവിച്ചു നീങ്ങാനണയാമൊരു മനമാ. പുതിയ നിയമത്തിലെഴുതി ക്രിസ്തുവിൻ അനുപമ സുന്ദര വചനം, ആ തിരുവചനം ശ്രവിച്ചു നീങ്ങാനണയാമൊരു മനമായി. തിരുവചനത്തിനു മാംസം നൽകിയ മാതാവല്ലോ മറിയം, ദൈവം തന്നുടെ മക്കൾക്കേകിയ വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം. ദൈവത്തിന്റെ മഹത്വം നിറയും വാഗ്ദാന പേടകം, ദൈവജനത്തിനു നേർവഴി കാട്ടും വാഗ്ദാന പേടകം, ഇസ്രായേലിന് ദൈവമൊരുക്കും വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ലോകം മുഴുവനുള്ള ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകരെയും ദുബായ് സെന്റ് മേരീസ് മീഡിയ മിനിസ്ട്രിയുടെ വാഗ്ദാന പേടകം എന്ന ഈ പ്രോഗ്രാമിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം പ്രവാചക ദൗത്യം എന്നുള്ളതാണ്. ആരാണ് പ്രവാചകൻ, എന്താണ് അവരുടെ ദൗത്യം, ദൈവം ഏൽപ്പിക്കുന്ന പ്രവാചക ദൗത്യം എന്താണ് എന്നെല്ലാം ചെറിയ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണ്. ഇന്ന് തുടങ്ങിയതോ അല്ലെങ്കിൽ യേശുവിന്റെ കാലത്ത് തുടങ്ങിയതോ അല്ല പ്രവാചക ദൗത്യം. പ്രത്യുത ലോക ചരിത്രം തുടങ്ങിയപ്പോൾ തുടങ്ങി രാജാക്കന്മാർക്കും ലീഡർമാർക്കും എല്ലാം അവര് ചിലരെ ആശ്രയിച്ചിട്ടുണ്ട്. കാരണം അവരെ സന്ദേശങ്ങൾ, ദൈവ സന്ദേശം ആരിൽ നിന്ന് കിട്ടുന്നു അതനുസരിച്ച് രാജഭരണത്തെയോ രാജാവിനെ അഭിഷേകം ചെയ്യുക, അതുപോലെ തന്നെ യുദ്ധങ്ങൾക്ക് പുറപ്പെടുമ്പോൾ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ദുരന്തങ്ങൾ ജനങ്ങളെ അറിയിക്കുക, ഇതെല്ലാം പ്രവാചകന്മാരിലൂടെയായിരുന്നു അന്ന് ലഭിച്ചിരുന്നത്. അതായത് ബൈബിളിന്റെ ചരിത്രത്തിൽ അബ്രഹാമിനെ തുടങ്ങിയാണ് വ്യക്തമായിട്ട് പ്രവാചക ദൗത്യത്തെ നമുക്ക് കാണിച്ചു തരിക. അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ച് മാറ്റി നിർത്തി പ്രവാചക ദൗത്യം ഏൽപ്പിക്കുന്നതായിട്ട് വചനത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്. അതിനുശേഷം കൃത്യമായ ഒരു പ്രവാചകൻ എന്ന് പറയാൻ ലോക ചരിത്രത്തിന് തന്നെ ഒരു മറവുമില്ലാതെ തെളിവോടുകൂടി നിൽക്കുന്ന പ്രവാചകനാണ് മോശ എന്നത്. മോശ ഇസ്രായേൽ ജനത്തിനു വേണ്ടി പ്രവാചക ദൗത്യം ചെയ്ത ആളാണ്. എന്നാൽ ഈജിപ്തിലെ വലിയ അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ദൈവം തന്നിലൂടെ പ്രവർത്തിക്കുന്നു എന്ന് വ്യക്തമാക്കിയ പ്രവാചകനാണ് മോശ. ആ ഇസ്രായേൽ ജനത്തിന്റെ മുന്നിൽ മോശ ചെയ്ത 2-3 കാര്യങ്ങൾ നമുക്ക് എടുത്ത് ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. ഒന്ന്, ദൈവം ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. ആ ഏൽപ്പിച്ച ദൗത്യത്തെ പൂർണ്ണമായ വിശ്വസ്തയോടെ ചെയ്യുന്നതിന് വേണ്ടി ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ജനം ചെയ്യുന്ന തിന്മകൾക്കും ജനം ചെയ്യുന്ന അക്രമങ്ങൾക്കും വിഗ്രഹാരാധനകൾക്കും എതിരെ അവരോട് ശക്തമായിട്ട് അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ
എന്നാൽ കൃത്യമായിട്ട് ദൈവസന്നിധിയിൽ ഈ ജനത്തിനു വേണ്ടി മുട്ടയിൽ നിന്നുകൊണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു പ്രവാചകൻ, മണ്ണിൽ കമിഴ്ന്നു വീണ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രവാചകൻ. അതായത് പ്രവാചകന്റെ ഏറ്റവും വലിയൊരു ദൗത്യത്തിൽ ഒന്നാണ് ദൈവജനത്തോട് ദൈവം പറയുന്ന കാര്യങ്ങൾ പറയുക, അതുപോലെ തന്നെ ഈ ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത്. എന്നാൽ പലപ്പോഴും മനുഷ്യൻ ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. ദൈവം പറയുന്ന കാര്യങ്ങളെ പലതും വെള്ളത്തിൽ ലയിപ്പിച്ച് സിമ്പിളായിട്ട് പറയാൻ ശ്രമിക്കുകയും ദൈവത്തിന്റെ മുന്നിൽ ഈ ജനത്തിനു വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ മറന്നുപോവുകയും ചെയ്യുന്നു. യഥാർത്ഥ പ്രവാചക ദൗത്യം മോശ കാണിച്ചു തന്നതാണ്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ ജനങ്ങൾക്ക് തെറ്റുപറ്റി, അവർക്ക് അറിവില്ല ദൈവമേ ഇവരെ നശിപ്പിക്കരുതെന്ന് പറഞ്ഞ ആ മോശേനെ നമുക്ക് ഒരു വലിയ മാതൃകയായിട്ട് എടുക്കേണ്ടതുണ്ട്. എന്തായിരുന്നു ആദ്യകാലങ്ങളിൽ പ്രവാചകന്മാരുടെ ദൗത്യം? ആദ്യത്തെ പ്രവാചക ദൗത്യത്തിലേക്ക് കടന്നു വരുമ്പോൾ സാമുവേൽ പ്രവാചകനെ നമുക്കറിയാം. സാമുവേൽ പ്രവാചകൻ ദാവീദിനെയും സാവൂളിനെയും അഭിഷേകം ചെയ്യുകയാണ്. ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായ സാവൂളിനെ അഭിഷേകം ചെയ്യാൻ വേണ്ടി ദൈവം സാമുവേലിനെ വിടുകയാണ്. അപ്പോൾ രാജാവിനെ അഭിഷേകം ചെയ്യുക, യുദ്ധങ്ങളെ എങ്ങനെയാണ് നയിക്കേണ്ടതെന്ന് ഓർഡർ കൊടുക്കുക, അല്ലെങ്കിൽ അതിനുള്ള നിയന്ത്രണങ്ങൾ കൃത്യമായിട്ട് അതിന് ഡേറ്റ് ടൈം എല്ലാം പ്രവാചകനോട് ചോദിച്ചിട്ടായിരുന്നു അന്ന് രാജാക്കന്മാര് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒപ്പം തന്നെ വേറൊരു സംഭവം കൂടെ നമുക്ക് ചരിത്രത്തിൽ പഠിക്കാൻ പറ്റും. ഇത് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇസ്രായേലിന്റെ പ്രവാചകന്മാരുള്ള പോലെ തന്നെ മറ്റ് രാജ്യങ്ങൾക്കും പലവിധ അവർ തിരഞ്ഞെടുത്ത പല മനുഷ്യരെ ഉണ്ടായിരുന്നു. അവരുടേതായ ആശയങ്ങൾ കൊണ്ട് ഒരാളെ അവർ ആ സമൂഹത്തിൽ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രവാചകന്മാരെ പോലെ അവർ വെച്ചിരുന്നു. അത് ബാബിലോണിലൊക്കെ കൃത്യമായിട്ട് നമുക്കറിയാം. അന്ന് ദൈവം വെച്ച പ്രവാചകന്മാരല്ലെങ്കിൽ അവിടെയും കുറച്ച് പ്രവാചകന്മാരും അതിന്റെ വകുപ്പുകളൊക്കെ നടക്കുന്നുണ്ട്. കാരണം ഈ രാജാക്കന്മാരെ നിയന്ത്രിക്കുന്നതും രാജാക്കന്മാർക്ക് ഐഡിയ പറഞ്ഞു കൊടുക്കുന്നതും അഭിഷേകം ചെയ്യുന്നതും ഒക്കെ ഈ അതുകൊണ്ട് അവർക്ക് വലിയ വിലയുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അവര് വളരെയധികം ബഹുമാനിക്കപ്പെട്ടിരുന്നു. അത് ദൈവം തെരഞ്ഞെടുത്തവരാണെങ്കിലും അല്ലാതെ മനുഷ്യനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിലും. ഇന്നും അതിന്റെ ഒരു തുടക്കം നമുക്ക് കാണാൻ പറ്റും. സാമുവേലിന്റെ ചരിത്രത്തിലേക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ ദൈവം സാവൂളിനെ അഭിഷേകം ചെയ്യാൻ വേണ്ടി സാമുവേൽ പ്രവാചകനെ ഉപയോഗിക്കുന്നുണ്ട്. അതിനുശേഷം സാവൂള് തിരിഞ്ഞു പോയി കഴിയുമ്പോൾ ദാവീദിനെ അഭിഷേകം ചെയ്യുന്ന സാമുവേൽ പ്രവാചകൻ. അതിനുശേഷം ദൈവത്തിന്റെ പദ്ധതികൾ ഓരോന്നോരോന്നായി നടത്തുന്ന പ്രവാചകനെയാണ് നമ്മൾ കാണുക. അതുപോലെ പിന്നീട് ഓരോ കാലഘട്ടത്തിന് ദൈവം അതാത് കാലഘട്ടത്തിന് പ്രവാചകന്മാരെ അയക്കുന്നുണ്ട്. ദൈവത്തിന്റെ ജനമായ ഇസ്രായേല് വിഗ്രഹാരാധനയിലേക്ക് പോകുമ്പോൾ സോളമന്റെ മക്കളുടെ കാലമായപ്പോൾ രാജ്യം വിഭജിക്കപ്പെടുകയും ജനം പ്രവാസ ജീവിതങ്ങൾക്ക് ദൈവത്തിനെ മറന്ന് വിഗ്രഹത്തിന് മുഴുകുകയും ചെയ്തപ്പോൾ വീണ്ടും പ്രവാചകന്മാരെ ദൈവം അവിടേക്ക് അയക്കുകയാണ്, ദൈവത്തിൽ നിന്ന് അകലുന്ന ജനത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി. യെറമിയായും എസക്കിയേലും ആമോസും എല്ലാം ആ കാലഘട്ടത്തിൽ ദൈവ വചനം ജനത്തെ അറിയിച്ചുകൊണ്ടിരുന്ന പ്രവാചകന്മാരാണ്. ആമോസ് നല്ല കൃഷിക്കാരനായിരുന്നു. ആ നാട്ടിലെ ഏറ്റവും വലിയൊരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച മനുഷ്യനായിരുന്നു. ഒരിക്കലും ദൈവം വിളിച്ചില്ലെങ്കിൽ ഒന്നും ഇതുപോലെ ഒരു സംഭവം എന്നിൽ നിന്നുണ്ടാകുകയില്ലെന്ന് പ്രവാചകൻ സ്വന്തം വാക്കുകളിൽ പറയുന്നുണ്ട്. കാരണം കൃഷി ചെയ്ത് സമാധാനത്തോടെ സുന്ദരമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കൃഷിക്കാരനെ, നല്ലൊരു കൃഷിക്കാരനെ ദൈവം വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ പണി ഇനി ഇതല്ല, നീ പ്രവാചക ദൗത്യം തന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്, അഭിഷേകം ചെയ്തിരിക്കുന്നു. കാരണം ദൈവത്തിന്റെ ജനത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ, ഈ വിഗ്രഹങ്ങളിൽ നിന്നെല്ലാം അവരെ മോചിപ്പിക്കാൻ വേണ്ടി നീ അവർക്ക് വേണ്ടി സംസാരിക്കണം. ശക്തവും വ്യക്തവുമായി ഒരു കലർപ്പുമില്ലാതെ ആമോസ് പ്രവാചകൻ ഇസ്രായേൽ ജനത്തിനു വേണ്ടി പ്രവചന ദൗത്യം പൂർത്തീകരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് പിന്നീട് ജെറമിയയെ കാണുന്നുണ്ട്. ജെറമിയ ബാലനായിരുന്നു. ജെറമിയ പറയുന്നുണ്ട്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ദൈവം ജെറമിയയെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിട്ട് വരാനിരിക്കുന്ന വലിയ പ്രവാസത്തെ, ബാബിലോണിന്റെ പ്രവാസത്തെ മുന്നറിയിപ്പ് നൽകുകയാണ്. നിങ്ങളുടെ ഈ വിഗ്രഹാരാധന കൊണ്ട് നിങ്ങൾക്ക് സംഭവിക്കാൻ പോണത് ഒരു വലിയ പ്രവാസമാണ്. ഈ പ്രവാസത്തിന്റെ അവസ്ഥയിലേക്ക് നിങ്ങൾ പോകാതിരിക്കാൻ വേണ്ടി ദൈവം നിങ്ങളിൽ ഇടപെട്ട് വലിയ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പ്രവാചകൻ രാവും പകലും കരഞ്ഞുകൊണ്ട് സന്ദേശങ്ങൾ നൽകി. ആ സമയത്തെല്ലാം വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും, വേറെ കുറച്ച് കള്ളപ്രവാചകന്മാര് ഇതിന് ഓപ്പോസിറ്റാണ് എപ്പോഴും പറയുക. അവർ ജനങ്ങളെ സുഖിപ്പിച്ചുകൊണ്ടുള്ള വചനം പറഞ്ഞുകൊണ്ടിരുന്നു. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, യുദ്ധത്തിന് പൊക്കോ, അവിടെ നിങ്ങൾ തോക്കില്ല, നിങ്ങളെ ഒരു പ്രവാസത്തിലേക്കും കൊണ്ടുപോകില്ല. കാരണം രാജ്യം നല്ല സുഭക്ഷ്യമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. ഹോസിയ കാലഘട്ടം നല്ല സുന്ദരമായിട്ട് ഇസ്രായേൽ പോകുന്നു. ഈ സമയത്ത് ഒരു പ്രതിസന്ധി ആരും പ്രതീക്ഷിക്കുന്നില്ല. ബുദ്ധിപരമായിട്ട് രാജാവിനോട് പറഞ്ഞു കൊടുത്തു, ഇവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല. ഇതാണല്ലോ നമുക്കും കേൾക്കേണ്ടത്. നമുക്ക് കേൾക്കേണ്ടതും ശുഭമായ പ്രവചനങ്ങളാണ്. ഒന്നും നിങ്ങൾക്ക് സംഭവിക്കില്ല, നിങ്ങളുടെ ബിസിനസ്സോ നന്നായിട്ട് പൊക്കോളും, നിങ്ങളുടെ മക്കളോ നന്നായിട്ട് പൊക്കോളും. ഇവിടെ എന്തെല്ലാം നെഗറ്റീവ് സംഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങളെ ദൈവം ഒന്നും ചെയ്യില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ അനുഗ്രഹം തരുന്നതെന്ന് ഇന്നും വേണേ നമുക്കും പറയാം. പക്ഷേ അത് സത്യമല്ലെന്ന് തെളിയിക്കുകയാണ് പിന്നീടുണ്ടായത്. യഥാർത്ഥമായ പ്രവാചകരായ ജെറമിയായും എസക്കിയേലൊക്കെ കണ്ട പ്രവചനങ്ങളാണ് ദൈവം പൂർത്തീകരിക്കുക. ഈ സുഭിക്ഷ്യമായ അവസ്ഥയിൽ നിന്ന് ഇസ്രായേൽ ജനം യൂദയായും ജെറുസലേമും പ്രവാസത്തിന്റെ കുഴിയിലേക്ക് പോവുകയാണ്.
വിഗ്രഹാരാധനയുടെ ഉത്തരം അവർ പറയേണ്ടി വരികയാണ്. അവർ ബാബിലോൺ പ്രവാസത്തിൽ ചെന്നുപെടുന്നു. അവിടെ ദൈവം ഒരു ശക്തനായ പ്രവാചകനെ ഇവരുടെ ഇടയിലേക്ക് അയക്കുന്നുണ്ട്, എസക്കിയേലും ഇവരുടെ കൂടെ പ്രവാസത്തിലാണ്. അവിടെ ഇരുന്ന് പ്രവാചകൻ വേദനയോടെ തന്റെ നഗരത്തിന് വന്ന, ജെറുസലേം ദേവാലയത്തിന് വന്ന നാശം ഇതെല്ലാം കണ്ണുനീരോടെ കാണുകയാണ്. ഇതെല്ലാം സംഭവിക്കാൻ പോകുന്ന വലിയ ദുരന്തങ്ങളാണെന്ന് പ്രവാചകൻ പറഞ്ഞു. ആർക്കും അന്ന് അത് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ജെറുസലേം ദേവാലയം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധാനമാണ്, ദൈവം അവിടെ വസിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ദൈവമഹത്വം അവിടം വിട്ടുപോകുമെന്ന് ഇവർക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ കള്ളപ്രവാചകന്മാർ പറഞ്ഞു കൊടുത്തു, ജെറുസലേമിനെ നശിപ്പിക്കുക ആർക്കും സാധ്യമല്ല. ഇന്നും ചിലർ ബുദ്ധിപൂർവ്വം പറഞ്ഞു തരും, നിനക്കൊന്നും സംഭവിക്കില്ല, നീ എങ്ങനെയൊക്കെ പോയാലും ഒന്നും സംഭവിക്കില്ല. അതിനെ തിരുത്തുന്ന ഒരു ദൈവമാണ്. സത്യമായ പ്രവചനം എന്ന് പറയുന്നത് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായി പറയുന്നതാണ്. അപ്പോൾ എസക്കിയേൽ പറഞ്ഞു, അല്ല, കർത്താവിന്റെ മഹത്വം ജെറുസലേം ദേവാലയം വിട്ടുപോകുന്നത് ഞാൻ കണ്ടു. കേബാർ നദിയുടെ തീരത്തിരുന്ന പ്രവാചകൻ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ കാണുകയാണ്. ദൈവം കൊടുക്കുകയാണ് പ്രവചനം, ദൈവം മെസ്സേജുകൾ കൊടുക്കുകയാണ്. അതെങ്ങനെയാണ്? സ്വന്തം ശരീരത്തിൽ അനുഭവിക്കുന്ന രീതിയിൽ പ്രവാചകൻ ഈ പ്രവചനം തന്നെയായി മാറുന്ന ഒരു പ്രവാചകനാണ് എസക്കിയേൽ പ്രവാചകൻ. അവിടെ നിന്നിരുന്ന് കാണുന്നത് കർത്താവിന്റെ മഹത്വം ഇറങ്ങിപ്പോകുന്നതാണ്, ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെടുന്നതാണ്, ജനങ്ങൾ ദൈവത്തിന്റെ സർവ്വ പരിശുദ്ധിയെ ഉപേക്ഷിച്ച് വിട്ടുപോകുന്നതാണ്. ഇതെല്ലാം നമുക്കറിയാം. ചരിത്രത്തിൽ അക്ഷരാർത്ഥത്തിൽ ജെറുസലേമിൽ അത് സംഭവിക്കുന്നതിനുണ്ടായി, യൂദയിൽ അത് സംഭവിക്കുന്നതിനുണ്ടായി. ജനം ദൈവത്തെ വിട്ട് വിഗ്രഹങ്ങളുടെ പുറകെ പോയി. അപ്പോൾ എസക്കിയേൽ പ്രവാചകൻ പറയും, 1-ാം അധ്യായത്തിലൊക്കെ നമുക്കറിയാം, ഞാൻ 4 മുഖം കണ്ടു, ഒന്ന് കാളയുടെയും, ഒന്ന് കഴുകന്റെയും, ഒന്ന് മനുഷ്യന്റെയും, ഒന്ന് സിംഹത്തിന്റെയും. സുവിശേഷങ്ങളുടെ പ്രതീകമായി പ്രവാചകൻ അവിടെ ഇരുന്ന് കാണുകയാണ്. പ്രവാചകൻ 430 ദിവസത്തിന്റെ ഒരു വലിയ ദൈവത്തിന്റെ പ്രവചനങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടി ഇടതുവശവും വലതുവശവും ചെരിഞ്ഞു കിടക്കുന്ന ഒരു അനുഭവം. അതായത് പ്രവാസ ജീവിതത്തിന്റെ സർവ്വതും ജെറുസലേം ദേവാലയം നിലനിന്ന വർഷത്തിന്റെ എല്ലാം പ്രതീകമായിട്ട് പ്രവാചകൻ അത് തന്നെ സ്വന്തം ശരീരത്തിൽ അനുഭവിക്കുന്ന വലിയ ചരിത്രം നമ്മൾ കാണുകയുണ്ടായി. ഇതിന്റെ എല്ലാം അർത്ഥം എന്താണ് നമ്മൾ മനസ്സിലാക്കുക? ദൈവം തെരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയ പ്രവാചകനിൽ വ്യക്തമായി ഇടപെടുകയും ആ കൊടുക്കുന്ന സത്യങ്ങള്, മെസ്സേജുകൾ കൃത്യമായി സംഭവിക്കുകയും ചെയ്യും. ഒരു പ്രവചന ദൗത്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സ്വന്തം ബുദ്ധിക്ക് തോന്നി പറയുന്നതല്ല. 3 തരത്തിൽ മനുഷ്യന് വേണേൽ പ്രവചിക്കാം. 1 സ്വന്തം ബുദ്ധി കൊണ്ട് കുറച്ച് പ്രവചിക്കാം, 2 പിശാച് തന്നാലും പ്രവചിക്കാം, 3 ദൈവം തന്നാലും പ്രവചിക്കാം. അതായത് നമ്മൾ മനസ്സിലാക്കണം, ദൈവമാണോ നമുക്ക് ഈ മെസ്സേജ് തരുന്നത്? സ്വന്തം ബുദ്ധി കൊണ്ട് വ്യാജ പ്രവാചകന്മാരും കള്ളക്രിസ്തുമാരും അന്നുമുണ്ട്, ഇന്നുമുണ്ട്. ഇന്നും അത് തന്നെ സംഭവിക്കുന്നുണ്ട്. സ്വന്തമായിട്ട് തോന്നുന്ന കുറച്ച് ഐഡിയകൾ എടുത്ത് പാവപ്പെട്ട ജനങ്ങൾ ചിലപ്പോൾ തകർന്നു നിൽക്കുന്നവരായിരിക്കാം, കടബാധ്യത നിൽക്കുന്നവരായിരിക്കാം, ഇവൻ വലിയ പ്രതിസന്ധിയായിരിക്കും. ഇവനോട് പോയി അവൻ കറക്റ്റ് ഒരു ഡേറ്റ് ഇട്ട് നിന്റെ കട ഇന്ന ദിവസം തീരും. നിനക്ക് മക്കളുണ്ടാകാത്ത ഒരു കുടുംബത്തോട് പോയി ചിലപ്പോൾ ഇവൻ ചിലർ പറയും, എനിക്ക് മെസ്സേജ് കിട്ടി, നിനക്ക് ഇന്ന ജനുവരിയിൽ നിനക്ക് കൊച്ചുണ്ടാവും. ഇവൻ ജനുവരി വരെ കാത്തിരിക്കും, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ഈ മനുഷ്യനെ വിശ്വസിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ ആ ഡേറ്റ് സംഭവിക്കാതെ വരും. ഏത് ശക്തിയായി മെസ്സേജ് തന്നെന്ന് വിവേചിച്ചറിയാതെയോ ഒരു ഡേറ്റ് ഇട്ട് പ്രവചനമോ നടത്തിയിട്ട് എന്തെങ്കിലും കാരണവശാൽ ആ സംഭവം നടന്നില്ല എങ്കിൽ 100% അവനിലെ വിശ്വാസം നഷ്ടപ്പെടാൻ മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ. അതിനാൽ ഒരു മനുഷ്യൻ ആദ്യമായിട്ട് തനിക്ക് ദൈവമാണോ തന്നെ അഭിഷേകം ചെയ്ത് പ്രവാചക ദൗത്യം നൽകിയെന്ന് നന്നായിട്ട് ആലോചിക്കാതെ ആ വഴിക്ക് പോകരുത്. ഇനി ദൈവം തന്ന മെസ്സേജാണ്, അത് കറക്റ്റായിട്ട് നടന്നിരിക്കും. ഏറ്റവും വലിയ തെളിവ് അതാണ്. ദൈവമാണ് തന്നെങ്കിൽ അത് കൃത്യമായിട്ട് നടക്കും. പിന്നെ അന്നത്തെ പ്രവാചകന്മാർക്ക് ദൈവം കൊടുത്ത വാണിംഗ് തന്നെ ഇന്നും നമുക്കും തരുന്നുണ്ട്. അന്നത്തെ പ്രവാചകന്മാരുടെ കൃത്യമായ ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നു. ആ ഡയറക്ഷൻ ഇതായിരുന്നു: മോശയുടെ പഠനങ്ങൾക്കെതിരായ ഒന്നും ദൈവത്തിൽ നിന്നല്ല. അതിന്റെ അർത്ഥം ഇന്ന് സഭയാണ് മോശയുടെ പഠനങ്ങളെ നമ്മളെ പഠിപ്പിക്കുന്നത്. അഥവാ ക്രിസ്തുവിന്റെ വ്യക്തമായ കാര്യങ്ങൾ, ക്രിസ്തു എങ്ങനെ സഭയെ നയിക്കുന്നു അതിന്റെ കൃത്യം കാര്യങ്ങൾ പറഞ്ഞു തരുന്ന സഭയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ നിന്ന് പ്രവചിക്കുമ്പോൾ സഭയുടെ പഠനങ്ങൾക്കോ ബൈബിളിനോ എതിരായിട്ടാണ് ഈ പ്രവചനമെങ്കിൽ അതിനാൽ തന്നെ ആ പ്രവചനം അസാധുവാണ്, അഥവാ അവൻ വ്യാജ പ്രവാചകനാണ്. അപ്പോൾ പ്രവാചകന്മാരെ തിരിച്ചറിയാൻ വേണ്ടി നിങ്ങൾ ഈ നിമിഷങ്ങളിൽ ആലോചിക്കണം. ആരെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം പറയുമ്പോൾ പലർക്കിടെയും ഒരു വലിയ ഈ കാലഘട്ടത്തിന്റെ ഒരു സംഭവം, ഒത്തിരി അനുഭവങ്ങൾ കേട്ട വെളിച്ചത്തിൽ പറയുന്നത് എനിക്ക് തോന്നുന്നു മനുഷ്യര് ബലഹീനം പലവിധ പ്രശ്നക്കാരുമാണ്. അതിനാൽ തന്നെ പ്രാർത്ഥിക്കുന്നവരോ ആണല്ലോ, അല്ലെങ്കിൽ അവർക്ക് ദൗത്യമുണ്ട്, പ്രവാചകന്മാരാണെന്നൊക്കെ വിശ്വസിച്ച് പലരുടെയും അടുത്ത് ചെന്നിരുന്ന് ഇവര് പല അനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അവര് പറയുന്ന ഉത്തരം കേട്ട് ഇവര് വിശ്വസിക്കും. ആ സ്ഥലം വിറ്റു, ഇവര് പോയി സ്ഥലം വിൽക്കും.
അല്ലെങ്കിൽ ആ സ്ഥലം മേടിച്ചു, അവർ പോയി ആ സ്ഥലം മേടിക്കും. ഇതൊക്കെ നേരിട്ട് ദൈവത്തിന്റെ സന്ദേശമാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അൽമായർക്ക് നമുക്ക് 100% ചിന്തിക്കാവുന്ന ഒരു കാര്യമുണ്ട്. ദൈവം സഭയിലൂടെ അഭിഷേകം ചെയ്ത പല വ്യക്തികളായ അഭിഷിക്തരും ദൈവകൃപ നിറഞ്ഞ പ്രവചനങ്ങളുള്ള പല അഭിഷിക്തരും ഈ സമൂഹത്തിലുണ്ട്. അവരോട് ഒരു വാക്ക് ചോദിച്ച് ഒരു പ്രാർത്ഥനാ സഹായം മേടിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അനേകം അൽമായരിൽ ദൈവത്തിന്റെ പ്രവചന ദൗത്യങ്ങൾ കൃത്യമായിട്ട് തന്നെയുണ്ട്. എന്നാൽ ഈ പ്രവചന ദൗത്യം കൊടുക്കുന്ന അൽമായരും സ്വീകരിക്കുന്ന അൽമായരും അല്ലെ ശുശ്രൂഷകരെല്ലാം ചിന്തിക്കേണ്ടത്, പ്രവചനം മോശയുടെ പഠനങ്ങൾക്കെതിരാണോ? അതിന്റെ അർത്ഥം ബൈബിളിന് എതിരായ എന്തെങ്കിലും പ്രവചനം ആണെങ്കിൽ അത് അതായത് ദൈവം തെരഞ്ഞെടുത്ത വ്യക്തികൾക്ക് തന്നെ ചിലപ്പോൾ ഏത് തരത്തിലും മെസ്സേജ് വരാം. അതിനാൽ തന്നെ വിവേകപൂർവം പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം ഉപയോഗിച്ച് പ്രവചനത്തെ തിരിച്ചറിഞ്ഞിട്ട് വേണം ജനത്തോട് പറയാൻ. ഇനി ഈ കേൾക്കുന്ന ജനത്തിന് വേണ്ട ഒരു വലിയൊരു ബോധ്യം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോശയുടെ നിയമങ്ങൾക്കോ സഭയുടെ പഠനങ്ങൾക്കോ, അതായത് വചനത്തിനും സഭയുടെ പഠനങ്ങൾക്കും എതിരാണ് ഈ പറയുന്നതെങ്കിൽ അവർ 2 പ്രാവശ്യം ഈ പറഞ്ഞ ആളെ പറ്റി കേട്ട പ്രവചനത്തെപ്പറ്റി ചിന്തിച്ച് വേറൊരു അഭിഷിക്തനോടോ കുറച്ചുകൂടെ നന്നായിട്ട് പ്രാർത്ഥിച്ച് ചിന്തിച്ച് മാത്രമേ ആ തീരുമാനം എടുക്കാവുള്ളൂ. അപ്പോൾ കള്ളപ്രവാചകന്മാരും വ്യാജ ക്രിസ്തുമാരും അന്നും ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിനെ തിരിച്ചറിയാൻ വേണ്ടി പല കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, നമ്മളിപ്പോ പറഞ്ഞത് ഈ പഠനങ്ങള് ബൈബിളിന്റെ പഠനങ്ങൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും പറയുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞയാള് പറയുന്ന കാര്യം നടക്കുന്നുണ്ടോ? നടന്നില്ലെങ്കിൽ അതിനാൽ തന്നെ അത് ആ ദൈവത്തിൽ നിന്നുള്ള മെസ്സേജ് അല്ല. മൂന്നാമത്, ഒരു പ്രവചന ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന വ്യക്തികള് പ്രത്യേകം നമ്മൾ പ്രാർത്ഥനയോടെ ഒരുങ്ങി നമ്മളെ വിശ്വസിക്കുന്ന ഒരു സത്യം, ക്രിസ്തു പറയുന്നു, എനിക്ക് പോലും ഈ ലോകത്തിലെ അവസാനം എന്താണെന്ന് ശിഷ്യന്മാർ ചോദിക്കും പറയുന്നുണ്ട്, പുത്രന് പോലും ആ ഡേറ്റ് അറിയില്ല, അത് പിതാവിന് മാത്രമേ അറിയുള്ളൂ. അതിനാൽ ഇന്നാകാം, നാളെയാകാം, 1 കൊല്ലം കഴിഞ്ഞാകാം, 2033 ആണോ 30 ആണോ 2015 ആണോ എന്നല്ല പ്രശ്നം, 2020 ആണോന്നും പ്രശ്നമല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ജീവിക്കുമ്പോൾ നന്നായിട്ട് ജീവിക്കുന്നു. ആ ജീവിക്കുന്നതിൽ ഏത് നിമിഷവും ദൈവം വിളിക്കുമ്പോൾ ഞാൻ സ്വർഗത്തിൽ ദൈവത്തോട് ചേരാനുള്ള ഒരു യോഗ്യതയിലാണോ ജീവിക്കുന്നത് എന്നുള്ളതാണ് എന്റെ അവസാനം. നീതിവിധിയുടെ ദിവസത്തിൽ ക്രിസ്തു വലംഭാഗം നിർത്താൻ വേണ്ടി എന്നെ ക്രിസ്തുവിന്റെ അടുത്തെത്തിക്കാൻ പറ്റുന്നുണ്ടോ എന്റെ ജീവിതം? ഇത് മാത്രമേ എനിക്ക് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ നമ്മുടെ സഭയോട് ചേർന്ന് സഭ വെക്കുന്ന ജൂബിലി വർഷം അല്ലെ 2030 33 എന്തൊക്കെയാണോ അതെല്ലാം സഭയുടെ പഠനങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ അതിനോട് നീതി പുലർത്തുകയും ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യണമെന്നേ ഉള്ളൂ. എന്നാൽ ഒരു ഡേറ്റ് ഇട്ട് ഒരു സംഭവം പറയാനോ അവസാനം പറയാനോ, ഒരാൾ രക്ഷപ്പെടുന്ന ഡേറ്റ് അല്ല കടം വീടുന്ന ഡേറ്റ്, ഇതൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ശുശ്രൂഷകളാണ്. കാരണം ഉള്ള വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് ഇടർച്ച ഉണ്ടാകുക, ഏതെങ്കിലും ഒരാളായിരിക്കും ഇതൊക്കെ പറയുക. അത് കഴിയുമ്പോൾ അതിന്റേതായ തിക്താനുഭവം അനുഭവിക്കുന്ന സർവ്വ ശുശ്രൂഷകരുമായിരിക്കും. അതിനാൽ ശുശ്രൂഷ ചെയ്യുന്നവരും അതുപോലെ തന്നെ ഈ വിവിധങ്ങളായി ദൈവം വളർത്താൻ ഉപയോഗിക്കുന്നതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി തന്നെ ചിലപ്പോൾ ദുഷ്ടശക്തികൾക്ക് പോലും നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കാൻ പറ്റും. അതിനാൽ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ നല്ല ശുശ്രൂഷകളെ, അനേകം അൽമായ ശുശ്രൂഷകരെ ദൈവത്തിന് ആവശ്യമുണ്ട്. കാരണം സഭയിലെ വൈദികരും മാത്രം കൊണ്ട് ഈ സുവിശേഷം എത്താൻ സാധിക്കാത്തടത്തെല്ലാം അൽമായരും ഒത്തിരി അവരുടെ സംഭാവനകൾ, 2ാം വത്തിക്കാൻ കൗൺസിൽ വ്യക്തമായി അത് പറയുന്നു, അൽമായരിലൂടെയുള്ള സുവിശേഷം സഭയ്ക്ക് ആവശ്യമാണ്. അത് ബ്ലോക്ക് ആകാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ വളരുമ്പോൾ അതിനെ തളർത്തുന്ന പിശാചിന്റെ തന്ത്രങ്ങളിൽ പെടാതിരിക്കാൻ വേണ്ടി അൽമായ ശുശ്രൂഷകര് 10 വട്ടം ആലോചിച്ച് വേണം നമ്മൾ ഒരു കാര്യത്തെ പറ്റി, പ്രത്യേകിച്ച് വരങ്ങളെ ഉപയോഗിക്കുമ്പോൾ. ഇപ്പോൾ ദൈവ സ്നേഹത്തെ പറ്റി ഒരു വചന ശുശ്രൂഷ നടത്തുമ്പോൾ നമുക്ക് സിമ്പിളാണ്, നമുക്ക് ആ വിഷയം അവതരിപ്പിക്കാം. അതേസമയത്ത് വരങ്ങളെടുത്ത് ഉപയോഗിക്കുമ്പോൾ വളരെയധികം പക്വതയോടെയും ചിന്തിച്ചും നമുക്കൊരു സംശയം ഇതിന്റെ അകത്തുണ്ടായാൽ തീർച്ചയായിട്ടും നമുക്കൊരു ആത്മീയ ഗുരുവുണ്ട്, അല്ലെങ്കിൽ ഒരു അഭിഷിക്തനുണ്ട്. ആ അച്ഛനോടോ അല്ലെ അഭിഷിക്തനോടോ ചോദിച്ച് ഇത് സത്യമാകുമോ അച്ഛാൽ ഇതെന്താണെന്ന് ചോദിക്കുന്നതിൽ ഒരു നാണക്കേടുമില്ല. കാരണം അത് നമ്മളെ വളർത്തുകയുള്ളൂ. അതിനേക്കാൾ ഉപരി നമ്മുടെ ശുശ്രൂഷയെ തടസ്സപ്പെടുത്താൻ പിശാച് എന്തെങ്കിലും പദ്ധതി ഇട്ടതാണെങ്കിൽ അത് നടക്കാതെയിരിക്കും. അപ്പോൾ ദൈവത്തിന്റെ പ്രവാചക ദൗത്യം ഈ കാലഘട്ടത്തിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. അന്ന് മോശയെ എടുത്ത പോലെ, ജെറമിയെ എടുത്ത പോലെ, ആമോസിനെ എടുത്ത പോലെ, എസക്കിയേലിനെ എടുത്ത പോലെ നിങ്ങൾ എസക്കിയേലിനെ പഠിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാകും, ഈ ജനത്തോട് നിങ്ങളുടെ ഈ അക്രമങ്ങൾക്ക് ദൈവം നിങ്ങളെ വിട്ടുപേക്ഷിക്കുമെന്നും നിങ്ങൾ വിഗ്രഹാരാധന കൊണ്ട് മ്ലേച്ഛമായിട്ട് ജീവിക്കുകയാണെന്നും ഹോസിയ പ്രവാചകനും എസക്കിയേൽ പ്രവാചകനും ഒക്കെ ശക്തയുക്തം ജനത്തോട് പറഞ്ഞു. ഹോസിയ പ്രവാചകൻ വ്യഭിചാരിക്ക് തുല്യമാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞു. അപ്പോൾ ആ വലിയ ശക്തമായ സുവിശേഷത്തിന് ശേഷം എന്ത് സംഭവിച്ചു നമുക്കറിയാം. പ്രവാസത്തിൽ പോയി കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ വളരെ ശക്തമായിട്ട് ഇവരെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്ന പ്രവാചകൻ
അവരെ ധൈര്യപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാം. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളെ രക്ഷിക്കാൻ ഒരു ദൈവം നമ്മുടെ ഇടയിലേക്ക് വരും, നമ്മളെ തളർത്തുകയില്ല, നമ്മളെ ജെറുസലേമിൽ കൂട്ടും, വീണ്ടും ദൈവത്തെ ആരാധിക്കാൻ ദൈവം നമുക്ക് അവസരം തരും എന്ന് പറഞ്ഞ് അവരെ ശക്തിപ്പെടുത്തുന്നു. ഇതായിരിക്കണം എന്റെയും നിങ്ങളുടെയും സുവിശേഷം. ഒരു മനുഷ്യൻ തെറ്റിലേക്ക് പോവുകയാണെങ്കിൽ, അല്ലെ അവന്റെ ജീവിതം വിഗ്രഹാരാധനയിലേക്ക് പോകണമെങ്കിൽ ഇവനെ ശക്തയുക്തം നമ്മൾ എതിർക്കണം. അവന് ഒരു സപ്പോർട്ട് നമ്മളിൽ നിന്നുണ്ടാകരുത്, വാക്കിലോ പ്രവൃത്തിയിലോ. എന്നാൽ ഇവൻ പോയി ഒരു കുഴിയിലേക്ക് വീണ് കഴിഞ്ഞു കഴിയുമ്പോൾ അവന്റെ മുഖത്ത് നമ്മളൊരു കല്ലെടുത്തിടാതെ ഈ കുഴിയിൽ നിന്ന് ഇവനെ എങ്ങനെ കരകയറ്റാം, അവന്റെ അറിവില്ലായ്മ കൊണ്ടോ വിവരക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഐഡിയ കൊണ്ടോ അവൻ തെറ്റുപറ്റിപ്പോയി, എന്നാൽ അവനെ തള്ളുന്നവനായി നമ്മൾ മാറാതെ ഈ പ്രതിസന്ധിയിൽ നിന്ന് നിന്നെ രക്ഷിക്കാനുള്ള ഒരു ദൈവമുണ്ട് നിനക്കെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇവനെ തിരിച്ചു കൊണ്ടുവരുന്നവരായി നമ്മൾ മാറണം. അതാണ് സത്യത്തിൽ പ്രവാചക ദൗത്യം. ആ എസെക്കിയേൽ ഇവരുടെ ആ പ്രവാസത്തിന്റെ തിരിച്ചുവരവിനെയൊക്കെ കാണിക്കുന്ന ആ പുസ്തകം മുഴുവൻ നിങ്ങൾക്ക് വായിക്കുകയോ പഠിക്കുകയോ ചെയ്യുമ്പോൾ എത്ര വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. എസ്രായും നെഹെമിയായും വന്ന് ദേവാലയവും മതിലും പണിത് ബാബിലോൺ പ്രവാസത്തിന് ശേഷം വീണ്ടും ദേവാലയം ഉണ്ടാക്കുകയും അവിടെ ആരാധന നടത്തുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിനുശേഷം ചെറിയതും വലുതുമായ വളരെയധികം പ്രവാചകന്മാരുടെ കാലഘട്ടം നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. അവസാനം കൊണ്ട് നിർത്തി മലാക്കി പ്രവചനങ്ങൾക്ക് ശേഷം കാലഘട്ടങ്ങളോളം പ്രവചനങ്ങളില്ലായിരുന്നു, വ്യക്തമായ സന്ദേശങ്ങൾ ഇസ്രായേലിലില്ലായിരുന്നു. അതിനുശേഷം ഒരു ശബ്ദം നമ്മൾ കേൾക്കുകയാണ്, പഴയ നിയമത്തിന്റെ ബോർഡറും പുതിയ നിയമത്തിന്റെ തുടക്കവുമായി ഒരു സ്നാപകന്റെ ശബ്ദം. അണലി സന്തതികളെ, നിങ്ങൾ ആ യാസന്നമായിരിക്കുന്ന ഈ ക്രോധത്തിൽ ഓടിയകലിൽ ദൈവത്തിന് വഴിയൊരുക്കാൻ വന്ന ദൈവത്തിന്റെ ഒരു വഴിയൊരുക്കുകാരൻ, ക്രിസ്തുവിന്റെ ഒരു വഴിയൊരുക്കുകാരൻ, അതാണ് സ്നാപകയോഹന്നാൻ. അതിനുശേഷം വീണ്ടും എല്ലാ പ്രവചനങ്ങളുടെയും പൂർത്തീകരണമായ ക്രിസ്തുവിലേക്ക് നമ്മൾ എത്തുകയാണ്. അതിനുശേഷം വീണ്ടും ക്രിസ്തു എന്ത് ചെയ്യുന്നു? 12 പേരെ വളർത്തിയെടുക്കുന്നു. അതിന്റെ അകത്തും ചിലർക്കൊരു ഡൗട്ടുണ്ട്, ദൈവവചനം പഠിക്കേണ്ട, പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ശുശ്രൂഷയും ചെയ്യാം. വളരെ ചില ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന ഒരു ഐഡിയ ആണ്. പലരും നമ്മളോട് ചോദിക്കാറുമുണ്ട്, എന്തിനാണ് വചനം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വചനത്തിന്റെ അകത്തല്ല കാര്യം ഇരിക്കണം, അത് പഠിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല, പരിശുദ്ധാത്മാവ് വരങ്ങൾ അങ്ങ് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം. പത്രോസ്ലീഹ വചനം പഠിക്കാതെയല്ലേ വചനം പറഞ്ഞത്? ചില മനുഷ്യരുടെ ഡൗട്ടാണിത്. എന്നാൽ ഞങ്ങളെ ഇപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന, ഞങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന സഭയുടെ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടായി സഭയുടെ തിയോളജിയനും അതുപോലെ തന്നെ നല്ല സുവിശേഷകനുമൊക്കെയായ എല്ലാവർക്കും തന്നെ അറിയാവുന്ന ജോസഫ് പാംപ്ലാനി അച്ഛനോട് ഞങ്ങൾ ഇതേ ആശയം ഞങ്ങളൊരു ഡൗട്ട് പോലെ ചോദിച്ചു. ഞങ്ങളിവിടെ ഒത്തിരിയേറെ പേര് വചനം പഠിക്കുന്നുണ്ട്, അതിന്റെ ഡിഗ്രി എടുത്ത് മാസ്റ്റർ ഡിഗ്രിക്ക് പഠിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ചിലരുടെ ചോദ്യം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ മറുപടി വളരെയധികം ചിന്തിക്കേണ്ടതായിരുന്നു. കാരണം പത്രോസ്ലീഹ വചനം പഠിച്ചില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. 3 വർഷം യേശു പത്രോസിനെയും ശിഷ്യന്മാരെയും കൂടെ കൊണ്ടു നടന്നു. എന്നിട്ട് വചനം പറയുകയാണ്, മോശ തുടങ്ങി സർവ്വ പ്രവാചകന്മാരും തന്നെക്കുറിച്ച് പറഞ്ഞിരുന്നത് അവൻ അവരെ പഠിപ്പിച്ചു. അതിന്റെ അർത്ഥം ബൈബിള് നന്നായിട്ട് പഠിപ്പിച്ചെന്നാണ്. മോശയും ഏലിയായും എസക്കിയേലും യേശയ്യായും ജെറമിയായും ആമോസും ഹഗായിയും ഹോസിയായും എല്ലാം ക്രിസ്തുവിലേക്ക് കേന്ദ്രീകൃതമാണ്. ഒറ്റ പ്രവചനങ്ങൾ പോലും ക്രിസ്തു കേന്ദ്രീകൃതമല്ലാതില്ല. എല്ലാരും കൊണ്ട് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ഈ ക്രിസ്തുവിലേക്കാണ്. എല്ലാ പ്രവാചകന്മാരും ഇസ്രായേലിൽ നിന്നൊരു കുറ്റി, യൂദയായിൽ നിന്നൊരു കുറ്റി മുളയ്ക്കും, ദാവീദിന്റെ വംശത്തിൽ നിന്നൊരു കുറ്റി മുളയ്ക്കും. ദാവീദ് വംശത്തിൽ യെശയ്യാ പ്രവാചകർക്ക് എത്രയോ പ്രാവശ്യമാണ് യേശുവിനെ എടുത്തു കാണിച്ചിരിക്കുന്ന പ്രവചനങ്ങൾ. സക്രിയ പ്രവചനത്തിൽ എത്ര പ്രാവശ്യമാണ് ക്രിസ്തുവിനെ കാണിച്ചിരിക്കുന്നത്. എല്ലാ പ്രവചനങ്ങളുടെയും പൂർത്തി ക്രിസ്തുവാണ്. അപ്പോൾ ഇത് മുഴുവൻ പറഞ്ഞിരിക്കുന്നത് എന്നെ പറ്റിയാണ് എന്ന് ക്രിസ്തു ഇവരെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാ പ്രവചനങ്ങളും ക്രിസ്തു നന്നായിട്ട് ഇവരെ പഠിപ്പിച്ചിട്ടുണ്ട്. 3 വർഷം കൂടെ കൊണ്ട് നടന്ന് പഠിപ്പിക്കുകയും അതിനുശേഷം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൂടെ കൊടുത്തിട്ട് ക്രിസ്തു പറഞ്ഞു, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കിട്ടുമ്പോൾ എന്നും സഹായകനായി കൂടെയുണ്ട്. 2, ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കും. അപ്പൊ കുറച്ച് കാര്യം പഠിപ്പിച്ചെന്ന് അവിടെ അർത്ഥമുണ്ട്. എന്നാണേലും ആ പഠിപ്പിച്ച കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നതാണ് നമുക്ക് പൗലോസും പത്രോസും ഒക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ ദൈവവചനം നന്നായിട്ട് പഠിച്ചിട്ടും നന്നായിട്ട് മനസ്സിലാക്കിയിട്ടും അതിനെപ്പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ നല്ല അഭിഷിക്തരോട് ചോദിച്ച് അതിന്റെ ആശയം മനസ്സിലാക്കിയിട്ടും ഒക്കെ അൽമായൊരു ശുശ്രൂഷ ചെയ്യാമെങ്കിൽ സഹോദരങ്ങളെ, നമ്മളെ ഒത്തിരി ദൈവം വളർത്താൻ ആഗ്രഹിക്കുന്നവരെ ആർക്കും ബ്ലോക്ക് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ സഭയുടെ പഠനങ്ങൾക്ക് എതിര് വരില്ല. ആര് കേട്ടാലും അതിന്റെ അകത്ത് ഒരു മിസ്റ്റേക്ക് പറയില്ല. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആശയം എടുത്ത് പ്രസംഗിക്കുകയും നമ്മുടെ ശുശ്രൂഷ അവിടെ കൊണ്ട് നിൽക്കുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ദൈവത്തിന്റെ വചനം നന്നായിട്ട് പഠിക്കണം. പ്രവചനങ്ങളിലെ ക്രിസ്തുവിനെ നന്നായിട്ട് പഠിക്കണം. അതിനുശേഷം ക്രിസ്തു പഠിപ്പിച്ച അപ്പസ്തോലന്മാർ എന്ത് ചെയ്തു എന്ന് പഠിക്കണം. അതാണ് സഭ.
അതിനുശേഷം പൗലോസിന്റെയൊക്കെ ലേഖനങ്ങളെ പറ്റി നമ്മളൊന്ന് പഠിക്കുന്നത് നല്ലതാ. വെളിപാട് പുസ്തകം വരാനിരിക്കുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കണ്ട് യോഹന്നാൻ എഴുതുകയാണ്. ഇതുകൂടെയൊക്കെ ഒന്ന് മനസ്സിലാക്കി ഈ 73 പുസ്തകങ്ങളിലൂടെയും നന്നായിട്ടൊന്ന് പോകാമെങ്കിൽ, അത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കാമെങ്കിൽ, ഓരോ ബൈബിളിന്റെ ഇപ്പോൾ ഉൽപ്പത്തി തുടങ്ങിയാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ ഉൽപ്പത്തി 1, 2, 3 അധ്യായം നമ്മൾ വായിച്ചാൽ അതിലൂടെ ദൈവം സംസാരിച്ച ഒരു ഡയറിയിൽ അത് നോട്ട് ചെയ്ത് വെച്ചാൽ നാളെ ഒരു സംശയം വന്നാൽ വിതിൻ സെക്കൻഡിൽ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടും. അത് നമ്മളെ വളർത്തും, പഠിപ്പിക്കും. എന്നിട്ട് ശുശ്രൂഷയിലേക്ക് എവിടെ പോയാലും നമ്മൾ തെറ്റില്ലാതെ സുവിശേഷം പറയുന്നവരാവും. വ്യാജ ക്രിസ്തുമാരെയും കള്ളപ്രവാചകന്മാരെയും സൂക്ഷിക്കേണ്ട ഈ കാലഘട്ടത്തിൽ സഭയോട് ചേർന്ന്, സഭയുടെ പഠനങ്ങളോട് ചേർന്ന് ദൈവവചനം ലോകം മുഴുവൻ എത്തിക്കാൻ വേണ്ടി നമുക്ക് കിട്ടിയ ഡ്യൂട്ടിയെ, പ്രവാചക ദൌത്യത്തെ മനസ്സിലാക്കി അതിന്റെ അക്ഷരാർത്ഥത്തിൽ അതിനോട് യെസ് പറഞ്ഞുകൊണ്ട്, നോ പറയാതെ, എന്നെ കൊണ്ടൊന്നിനും കൊള്ളിയെന്ന് പറയാതെ, ബാലനായ ജെറമിയായെയും കൃഷിക്കാരനായ ആമോസിനെയും പുരോഹിതനായ എസക്കിയേലിനെയും എല്ലാം എടുത്ത് ഉപയോഗിച്ച ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ആ ദൈവമാണ് എന്നെയും ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് വലിയ ബോധ്യത്തോടെ പ്രവാചക ദൌത്യം ചെയ്യുവാൻ നമ്മൾ ഈ കാലഘട്ടത്തിൽ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണെന്നുള്ള വലിയ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കി അത് ബ്ലോക്കാക്കാത്ത രീതിയിൽ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് സംശയമുണ്ടെങ്കിൽ അധികാരികളോട് ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ശുശ്രൂഷ ചെയ്യുന്നവരായി മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മളെ അതിന് നന്നായി അനുഗ്രഹിക്കട്ടെ. അനേകം ശുശ്രൂഷകരെ സഭയ്ക്ക് പ്രദാനം ചെയ്യട്ടെ. അൽമായരെ ഉണർന്ന് അനേകം സ്ഥലങ്ങളിലൂടെ ദൈവത്തെ അറിയാത്ത 730 കോടി ജനങ്ങളിൽ 400 കോടിയും ക്രിസ്തുവിനെ അറിഞ്ഞോന്ന് സംശയമുണ്ട്. ബാക്കി കിടക്കുകയാണ് ഇനി ഒത്തിരിയേറെ കോടികൾ അറിയാൻ. അവരിലേക്ക് ക്രിസ്തുവിനെ എത്തിക്കുവാൻ വേണ്ടി എല്ലാ ഭൂഖണ്ഡങ്ങളിലും ക്രൈസ്തവ വിശ്വാസം, ക്രിസ്തു എന്ന് പറയുന്ന രക്ഷകനെ അറിയാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ദൈവം അതിനുവേണ്ടി നമ്മളെ ഒരുക്കട്ടെ. അതിനുള്ള എല്ലാ ദൌത്യവും അഭിഷേകവും നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും പ്രാർത്ഥനയും സഹായവും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പഴയ നിയമത്തിൽ അണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം, അഹറോന്റെ പൂത്തവടിയും മരുവിലെ ആകാശമന്നയും. പഴയ നിയമത്തിൽ അണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം, അഹറോന്റെ പൂത്തവടിയും മരുവിലെ ആകാശമന്നയും.